Hi students, today we are going to discuss about the Reserve Bank of India. The points to be covered in this section are the history of Reserve Bank of India, its objectives, the organizational structure of RBI, and the functions performed by RBI. First of all, let us know the history of RBI. RBI was established in 1935. Prior to the establishment of RBI, some of the central banking functions were performed by Imperial Bank of India. Imperial Bank was established in 1921 by way of amalgamating three presidency banks of Madras, Bengal and Bombay. Imperial Bank performed mainly two important functions of the central bank, such as banker to the government and bankers bank. Other important banking functions were performed by central government. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത് ആർ ബി ഐയുടെ ഹിസ്റ്ററിയാണ്. ഇപ്പോൾ 1935 ആർ ബി ഐ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആർ ബി ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. ആർ ബി ഐയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് മുന്നേ നമ്മുടെ നാട്ടിൽ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് മുന്നേ ഇന്ത്യയിൽ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ നമുക്ക് പരിചയം ഏത് പേരിലാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ എന്ന പേരിലാണ് നമുക്കറിയാവുന്നത്. അപ്പം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1921. അപ്പം അന്നത്തെ കാലത്ത് 3 പ്രസിഡൻസി ബാങ്കുകൾ ഉണ്ടായിരുന്നു. ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ. ഈ 3 പ്രസിഡൻസി ബാങ്കുകളും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് 1921 എന്തായിട്ട് മാറിയത്? ഇമ്പീരിയൽ ബാങ്കായിട്ട് മാറിയത്. അപ്പം ഇമ്പീരിയൽ ബാങ്കാണ് ആർ ബി ഐയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് മുന്നേ നമ്മുടെ നാട്ടിൽ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം മെയിനായിട്ട് 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാങ്കർ ടു ദി ഗവൺമെൻറ് ആൻഡ് ബാങ്കേഴ്സ് ബാങ്ക്. ഈ 2 ഫങ്ഷൻസ് ആണ് കാര്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്പീരിയൽ ബാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ഫങ്ഷൻസ് ആണ്, ബാങ്കർ ടു ദി ഗവൺമെൻറ് ആൻഡ് ബാങ്കേഴ്സ് ബാങ്ക്. അപ്പോൾ അവരാണ് അന്നത്തെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു? ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു. അതുപോലെ ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. അതായത് അന്നുണ്ടായിരുന്ന ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ദി അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു. മറ്റ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ അന്നത്തെ കാലത്ത് മറ്റ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ളത് ആരുമായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ്റുമായിരുന്നു. ഓക്കെ, അപ്പം 1921 ഇമ്പീരിയൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പീരിയൽ ബാങ്കാണ് ആർ ബി ഐയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് മുന്നേ നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവർ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത് ബാങ്കർ ടു ദി ഗവൺമെൻറ് ആൻഡ് രണ്ടാമത്തേത് ബാങ്കേഴ്സ് ബാങ്ക്. മറ്റെല്ലാ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസും ആരുടെ കയ്യിൽ തന്നെയായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. The Hilton Young Commission recommended the establishment of a central bank in India. To give effect to the recommendation of the committee, the government introduced a bill in the Legislative Assembly in 1927, but it was not passed. In 1931, the Central Banking Enquiry Committee recommended to start a central bank. As per this, a fresh bill was introduced in Legislative Assembly in 1933. The Assembly passed the Reserve Bank of India Act in 1934 and Reserve Bank of India started its operations in 1935. അപ്പം ആദ്യമായിട്ട് ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? 1927 നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇത്തരത്തിൽ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ വേണമെന്നുള്ളൊരു രീതിയിൽ ഒരു ബില്ല് എന്ത് ചെയ്തിട്ടുണ്ടായി? അപ്രോച്ച് ചെയ്യുണ്ടായി. നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1927 ഒരു ബില്ല് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബട്ട് ആ ഒരു വർഷം എന്ത് ചെയ്തില്ല? ബില്ല് പാസ്സാക്കിയില്ല. അപ്പോൾ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? ആക്റ്റായിട്ട് മാറുള്ളൂ. അത് നമുക്കറിയാം. നമ്മുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ആദ്യം നമ്മൾ ബില്ലാണ് പ്രപ്പോസ് ചെയ്യുക. ആ ബില്ല് രണ്ടും നമ്മുടെ 2 ലോക്സഭയും രാജ്യസഭയും ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? ഒരു ആക്റ്റായിട്ട് മാറുള്ളൂ. അതിപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അന്ന് 1927 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇവരെന്ത് ചെയ്തു?
ഇത്തരത്തിലൊരു സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ള രീതിയിൽ ഒരു ബില്ലിൻ്റെ പ്രപ്പോസൽ വെച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, അന്നത്തെ കാലത്ത് അവരത് എന്ത് ചെയ്തില്ല, പാസ് ചെയ്തില്ല. പക്ഷേ ലേറ്റർ ഓൺ 1931 the Central Banking Enquiry Committee recommended to start a central bank. As per this, a fresh bill was introduced in Legislative Assembly in 1933. അപ്പോൾ അതിനുശേഷം 1927 ശേഷം 1931 ആയ സമയത്ത് സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി വീണ്ടും എന്ത് ചെയ്തു, ഒരു സെൻട്രൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷനുമായിട്ട് വന്നു. അതിനനുസരിച്ചിട്ട് 1933 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ഫ്രഷ് ബിൽ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 1933 ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്തു. ആൻഡ് 1934 അസംബ്ലി എന്ത് ചെയ്തു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും 1935 RBI അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 1933 ബില്ല് പ്രസൻറ്റ് ചെയ്തു. ആൻഡ് 1934 അതൊരു ആക്റ്റായിട്ട് മാറി, RBI ആക്ട്. ആൻഡ് 1935 അവരെന്ത് ചെയ്തു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഓപ്പറേഷൻസ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. Then the objectives. The preamble to the RBI Act states that the object of establishing RBI is to regulate the issue of banknotes and keeping of reserves with a view to securing monetary stability in India and generally to operate the currency and credit system of the country to its advantage. അപ്പം നമ്മുടെ RBI ആക്ടിൻ്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് RBIയുടെ ഒബ്ജക്റ്റീവ് എന്താണ്. അതിൽ പറയുന്നത് ഇതാണ്: The objective of establishing RBI is to regulate the issue of bank notes. അപ്പം നമ്മുടെ രാജ്യത്തെ ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ആൻഡ് കീപ്പിംഗ് ഓഫ് റിസർവ്സുകൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഗോൾഡ്, അതേപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സുകൾ, അതുപോലെ എല്ലാ ബാങ്ക്സും, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും RBIയിൽ എന്തുണ്ട്, റിസർവുകൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ റിസർവുകൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. With a view to securing monetary stability in India. അപ്പം നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും എന്ത് കൊണ്ടുവരിക, ഒരു മോണിറ്ററി മണി സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതും RBIയുടെ ഒബ്ജക്റ്റീവാണ്. ആൻഡ് ജനറലി ടു ഓപ്പറേറ്റ് ദി കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദി കൺട്രി. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ RBI ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മോണിറ്ററി അല്ലെങ്കിൽ മണി സപ്ലൈ അല്ലെങ്കിൽ മണി സർക്കുലേഷൻ, കറൻസി സർക്കുലേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഓപ്പറേഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് RBIയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിയാമ്പിളിൽ തന്നെ RBIയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ ബാങ്ക് നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇഷ്യൂ ഒക്കെ റെഗുലേറ്റ് ചെയ്യുക. റിസർവ്സുകളൊക്കെ കീപ്പ് ചെയ്യുക. മോണിറ്ററി സ്റ്റെബിലിറ്റി, രാജ്യത്ത് മോണിറ്ററി സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് RBIയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ദി അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദി മോണിറ്ററി സിസ്റ്റം ഓഫ് എ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മണി സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ കറൻസി സർക്കുലേഷൻ അല്ലെങ്കിൽ മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെ മോണിറ്ററി സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, RBI ആണ്. Another objective of establishing RBI is to have an authority to control money market. അപ്പം വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, RBIയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മണി മാർക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്, ഇന്ത്യയിൽ മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അതും RBIയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്തത് ടു റെഗുലേറ്റ് ദി ബാങ്കിങ് സിസ്റ്റം ഓഫ് എ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം, അപ്പോൾ ഒരുപാട് ബാങ്കുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ എൻറ്റയർ ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്നത് ആരാണ്, RBI ആണ്. അപ്പോൾ ഇത്രയാണ് RBIയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് RBI. ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ ബോർഡ് ആൻഡ് എ ലോക്കൽ ബോർഡ്. അപ്പം RBIയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സെൻട്രൽ ബോർഡും മറ്റൊന്ന് ലോക്കൽ ബോർഡും. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ ബോർഡിനെ കുറിച്ചിട്ടാണ്. അപ്പം ദി RBI's affairs are governed by a central board of directors. The board is appointed by the government of India in keeping with the RBI Act.
Central Board of Directors consists of 20 members. It is constituted as follows. അപ്പം ആർ ബി ഐയുടെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഗവേൺ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ ബോർഡും ഉണ്ട്, ലോക്കൽ ബോർഡും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് സെൻട്രൽ ബോർഡിനെ കുറിച്ചിട്ടാണ്. അപ്പം ആർ ബി ഐയുടെ എല്ലാ അഫയേഴ്സും ഗവേൺ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പം ആർ ബി ഐ ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിൻ്റെ ബേസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ സെൻട്രൽ ബോർഡ് ഡയറക്ടേഴ്സിനെ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് 20 മെമ്പേഴ്സ്. 20 മെമ്പേഴ്സാണ് സെൻട്രൽ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഗവർണർ, ദെൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആൻഡ് 15 ഡയറക്ടേഴ്സ്. അങ്ങനെ ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും 15 ഡയറക്ടേഴ്സും അടങ്ങുന്ന 20 അംഗ ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ നമ്മുടെ ആർ ബി ഐ ഗവർണർ. അപ്പോൾ ഇത്തരത്തിൽ 20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ആർ ബി ഐ ആക്ട്. അപ്പം നമ്മുടെ ആർ ബി ഐയുടെ എല്ലാ കാര്യങ്ങളും ഗവേൺ ചെയ്യുന്നത് ഈ സെൻട്രൽ ബോർഡ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് ലോക്കൽ ബോർഡ്. Besides the central board, there are local boards for 4 regional areas of the country with their headquarters at Mumbai, Kolkata, Chennai and New Delhi. അപ്പം ഈ സെൻട്രൽ ബോർഡ് കൂടാതെ നമ്മൾ ഇന്ത്യയിലെ 4 റീജിയണൽ ഏരിയാസിലായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട്, അതായത് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലായിട്ട് ഓരോ ലോക്കൽ ബോർഡുകളുണ്ട്. ഈ ലോക്കൽ ബോർഡ്സിൽ 5 മെമ്പേഴ്സാണ് അടങ്ങിയിട്ടുള്ളത്. ആൻഡ് they were appointed by the central government for a term of 4 years. അപ്പം 4 വർഷത്തെ കാലാവധിയാണ് ലോക്കൽ ബോർഡിലെ മെമ്പേഴ്സിനുള്ളത്. അപ്പം 5 മെമ്പേഴ്സാണ് ലോക്കൽ ബോർഡിലുള്ളത്. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. അവരെയും അപ്പോയിൻറ്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആർ അഡ്വൈസറി ഇൻ നേച്ചർ, അതായത് ആർ ബി ഐയുടെ അഡ്വൈസസ് കൊടുക്കുക, അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് കറക്റ്റ് സമയത്ത് നമ്മുടെ പോളിസീസ് അല്ലെങ്കിൽ പ്ലാൻസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യാൻ ആവശ്യമായ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലോക്കൽ ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ബോർഡ് നമുക്കറിയാം അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ 4 റീജിയണൽ ഏരിയാസിലാണ്, അതായത് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് ന്യൂഡൽഹി. 4 റീജിയണൽ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് ലോക്കൽ ബോർഡ്സ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെറിട്ടോറിയൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ കൂടുതലായിട്ട് ഓരോ ഏരിയാസിനെയാണ് ഇവർ ആക്ച്വലി എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ഇൻട്രസ്റ്റ് കൂടുതലും ആ ഒരു ഏരിയയിൽ എക്കണോമിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ലോക്കൽ ബോർഡ്. അപ്പം ആർ ബി ഐയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്, സെൻട്രൽ ബോർഡും ലോക്കൽ ബോർഡും. സെൻട്രൽ ബോർഡിൽ 20 മെമ്പേഴ്സാണുള്ളത്. അപ്പോൾ ആർ ബി ഐയുടെ എല്ലാ അഫയേഴ്സും ഗവേൺ ചെയ്യുന്നത് സെൻട്രൽ ബോർഡാണ്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. 20 മെമ്പേഴ്സാണുള്ളത്. ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആൻഡ് 15 ഡയറക്ടേഴ്സ് എന്നിവരടങ്ങുന്ന 20 പേരാണ് എവിടെയുള്ളത് സെൻട്രൽ ബോർഡിലുള്ളത്. രണ്ടാമത്തത് ലോക്കൽ ബോർഡാണ്. ലോക്കൽ ബോർഡ് നമ്മുടെ രാജ്യത്തെ 4 റീജിയണൽ ഏരിയാസിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് ന്യൂഡൽഹി. ഈ 4 ഹെഡ്ക്വാർട്ടേഴ്സാണുള്ളത്. ഇതിൽ ഓരോരുത്തരും 5 മെമ്പേഴ്സ് വീതമാണുള്ളത് ലോക്കൽ ബോർഡിൽ. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. 4 വർഷമാണ് അവരുടെ കാലാവധി. ഇവരുടെ ലോക്കൽ ബോർഡ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ബോർഡിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലോക്കൽ ബോർഡിൻ്റെ ഡ്യൂട്ടി. ഇത്രയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ദെൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആർ ബി ഐ. ആർ ബി ഐക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയാണ് ആർ ബി ഐ എന്ത് ചെയ്യുന്നത് അവരുടെ വേരിയസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രോപ്പർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് നോട്ട് ഇഷ്യൂ. അപ്പോൾ നോട്ട് ഇഷ്യൂ ആണ് അവിടെ മെയിനായിട്ട് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ആർ ബി ഐ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ 14 സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അതിന് ഓരോന്നിനും ഓരോ ബ്രാഞ്ചുകളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഓഫീസുകളും ഉണ്ടാവും. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ബ്രാഞ്ചായിട്ട് അല്ലെങ്കിൽ ഓരോ ഓഫീസസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 14 സർക്കിൾസും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഓരോ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഓരോ ബ്രാഞ്ചിലും 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടാവുക. ജനറൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, അതേപോലെ ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഇതിൽ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ രാജ്യത്തുള്ള നോട്ടുകളുടെയും അതേപോലെ കോയിൻസിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, അറേഞ്ച്മെൻറ്റ് നടത്തുക. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് ഫ്രം ദി പ്രസ്സസ് ആൻഡ് ഗവൺമെൻറ് മീൻസ്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ഉള്ളത് ക്യാഷ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് അവർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദി പ്രോപ്പർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് നോട്ട് ഇഷ്യൂ. നമ്മുടെ മെയിനായിട്ട് അവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിൽ നിന്നും കറൻസി നോട്ട്സ് കറക്റ്റായിട്ട് ഓരോ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കറൻസി നോട്ട്സ് ഓരോരുത്തും ഇഷ്യൂ ചെയ്യുക, അതേപോലെ ഓരോരുത്തും എത്തിക്കുക എന്നുള്ളതാണ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. രണ്ടാമത്തെയാണ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെൻഡറിങ് ദി ബാങ്ക് സർവീസസ് ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ് ആൻഡ് ടു ദി ബാങ്ക്സ്. അപ്പം അതിൽ മെയിനായിട്ട് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാങ്കർ ടു ദി ഗവൺമെൻറ് എന്നായിരുന്നു. ബാങ്കർ ടു ദി ഗവൺമെൻറ് ആൻഡ് ബാങ്കേഴ്സ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് റിക്വയർമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് RBI ആണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒക്കെ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, RBI ആണ്. അപ്പോൾ അതിനാണ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത്തരത്തിൽ ബാങ്കിൻ്റെ സർവീസുകളൊക്കെ റെൻഡർ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസിയാണ് നമ്മുടെ ലോങ് ടേമിൽ എന്തൊക്കെയാണ് നമുക്ക് എത്രമാത്രം കറൻസീൻ്റെ ആവശ്യകത, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം കറൻസി റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് കറൻസി നോട്ട്സൊക്കെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ. അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഉള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ മോണിറ്റേഴ്സ് ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് RBI. അപ്പോൾ RBIയുടെ ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ എത്രമാത്രം എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ ബാങ്കിൻ്റെ ഒക്കെ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ്റെനൻസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ഇഷ്യൂ ആൻഡ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേപോലെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ബാങ്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. അടുത്തതാണ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു കൺട്രോൾ ദി ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിനൊക്കെ മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ. അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പോൾ മൊത്തം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ബാങ്കുകൾ ഓപ്പൺ ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബാങ്കുകൾക്ക് പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനുള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ പീരിയോഡിക്കലി ബാങ്കുകളുടെ ഒക്കെ അക്കൗണ്ട്സിൽ എന്തും ചെയ്യാറുണ്ട്, ഇവർ ഇൻസ്പെക്ഷനും നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവരുടെ
ഫങ്ഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ദി ഫങ്ഷൻ ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഓൺ ഫിനാൻസ് ടു മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യും, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അതേപോലെ തന്നെയുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യും. അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അടുത്തതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവർ മെയിൻലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഒരു സൗണ്ട് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സ്ട്രക്ചർ, നമ്മൾ റൂറൽ ഫിനാൻസിങ്ങിൽ പ്രോപ്പറായിട്ടൊരു എന്ത് ചെയ്യുക, റൂറൽ ഏരിയാസിൽ കുറച്ചും കൂടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സുകളെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ സപ്ലൈ ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടി, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിൽ കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സിനും മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനൊക്കെ റൂറൽ ഏരിയാസിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനും അവർക്ക് അതിനനുസരിച്ചുള്ള പോളിസീസ് ആൻഡ് പ്ലാൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസൊക്കെ നബാർഡിൻ്റെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അടുത്താണ് റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്തിട്ടുള്ളത് 1982 അപ്പോൾ ഇത് മെയിനായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻസ്, അതേപോലെ ലീഡ് ബാങ്ക് സ്കീംസ്, പിന്നെ നബാർഡിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം അഡ്വാൻസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, എക്സ്പേർട്ട് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ RBIയുടെ റൂറൽ ഡെവലപ്മെൻറ്റ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പം മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. അടുത്തയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നോൺ ബാങ്കിങ് കമ്പനീസ്. അപ്പം ഒരുപാട് നോൺ ബാങ്കിങ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. മെർച്ചൻ്റ് ബാങ്ക്സ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിൽ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നോൺ ബാങ്കിങ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ എല്ലാ നോൺ ബാങ്കിങ് കമ്പനീസിൻ്റെയും അല്ലെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ഇവരിലൊക്കെ അതായത് ഈ ഇത്തരത്തിലുള്ള കമ്പനീസിൽ ഇൻസ്പെക്ഷൻസ് നടത്തുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നോൺ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫങ്ഷൻ. അടുത്തതാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ലീഗൽ മാറ്റേഴ്സിൽ ബാങ്കുകൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആവശ്യമായിട്ടുള്ള ലീഗൽ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അതിനാവശ്യമായിട്ട് ഇവരെന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള സമയത്ത് അതിനനുസരിച്ച് ഡയറക്റ്റീവ്സൊക്കെ പാസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIയെ അഡ്വൈസ് ചെയ്യുന്നതും ആരാണ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ട് ലീഗൽ ആസ്പെക്ട്സ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും ലീഗൽ മാറ്റേഴ്സിൽ ബാങ്ക്സിനെയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അവർ ടൈം ടു ടൈം നമ്മുടെ ബാങ്കിങ് ലോസിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തതാണ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവർ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ വേരിയസ് ഓഫീസസിലൊക്കെ എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ ബാങ്ക്സൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഡിഫറെൻറ്റ് റീജിയണൽ ഓഡിറ്റ് സെൽസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മുംബൈയിലും കൊൽക്കത്തയിലും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ആയിട്ട് റീജിയണൽ ഓഡിറ്റ് സെൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവർ മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമീനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എക്കണോമിയുടെ വേരിയസ് ആസ്പെക്ട്സിനെ പറ്റിയിട്ട് നമ്മുടെ എക്കണോമിയിൽ
ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനൊക്കെ കുറിച്ചിട്ട് ആവശ്യമായിട്ടുള്ള റിസർച്ചുകളൊക്കെ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ റിസർച്ചിൻ്റെ ഒക്കെ ബേസിലാണ് RBI ടൈം ടു ടൈം ആയിട്ട് ഓരോ പോളിസീസ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ലാസ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പേഴ്സണൽ അവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻ്റ് ആണ്, അതേപോലെ പ്രൊമോഷണൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, പേ സ്കെയിൽസ് ഫിക്സ് ചെയ്യുക, സ്റ്റാഫ്സിനൊക്കെ സർവീസിനെ പറ്റിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനത്തെയൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ പറയുന്നത്. അതുകൂടാതെ ഒന്നുകൂടെ ഉണ്ട് RBI സർവീസ് ബോർഡ്. RBI സർവീസ് ബോർഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എക്സാംസ്, അതായത് RBIയിലെ സ്റ്റാഫുകൾക്ക് അവരുടെ സെലക്ഷൻ, അവരുടെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എക്സാമിനേഷൻസ്, ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് RBI സർവീസ് ബോർഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് RBIയുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ്, എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, Industrial Finance Department, Agricultural Credit Department, Rural Planning and Credit Department, Department of Non-Banking Companies, Legal Department, Inspection Department, Department of Research and Statistics, Department of Administration and Personnel. So these are the important departments of RBI. RBI അവരുടെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ത്രൂ ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൂടെയാണ്. നെക്സ്റ്റ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓൺ ദിസ് സെക്ഷൻ, ഫങ്ഷൻസ് ഓഫ് RBI. ഈ ഒരു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് RBI. അപ്പം RBIയുടെ ഫങ്ഷൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: മോണിറ്ററി ഫങ്ഷൻസ് ആൻഡ് നോൺ മോണിറ്ററി ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ആണ് മോണിറ്ററി ഫങ്ഷൻസ്. അതിൽ ഒരുപാടുണ്ട്. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, ബാങ്കർ ടു ദി ഗവൺമെൻറ്, ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, മോറലൈസേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്, direct action, control of foreign exchange operations. Non-monetary functions are supervisory functions and promotional functions. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ മോണിറ്ററി ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. RBI enjoys the monopoly power of note issue. It has given sole right to issue currency notes other than 1 rupee coins and notes and subsidiary coins in our country. Currency note of ₹1 and other subsidiary coins are issued by the Ministry of Finance of the Government of India. അപ്പം നമ്മുടെ രാജ്യത്ത് നോട്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരപ്പെട്ട ഒരേ ഒരു അതോറിറ്റി മാത്രമേ ഉള്ളൂ. അതാരാണ്? RBI ആണ്. RBIക്ക് മാത്രമേ നമ്മുടെ രാജ്യത്ത് നോട്ട് ലീഗലി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അതിനെ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദി സോൾ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട്സ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് RBIയുടെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ബാങ്കർ ടു ദി ഗവൺമെൻറ്. നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നതാണ്. RBIയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ ടു ദി ഗവൺമെൻറ് ആണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടാണ് RBI ആക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ബാങ്കായിട്ടാണ് ഓൺ ബിഹാഫ് ഓഫ് ദം RBI എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പം ആസ് എ ബാങ്കർ എന്നുള്ള രീതിയിൽ, ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആസ് എ ഫിനാൻഷ്യൽ ഏജൻറ് എന്നുള്ള രീതിയിൽ RBI എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആസ് എ ബാങ്കർ. ദി ബാങ്ക് കളക്ട്സ് മണി ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. ഇറ്റ് മേക്സ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. It provides exchange and remittance facility and other banking operations of the central government. It manages the public debt of the union. It maintains currency chest at places described by central government. അപ്പം ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, RBI ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കാണ് RBI ആണ് എന്ത് ചെയ്യുന്നത്, ടാക്സസ് ആൻഡ് അതർ ചാർജസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത് ആരാണ്? RBI ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും IMF എന്നോ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന ആരാണ്? RBI ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റി ആൻഡ് അതർ ബാങ്കിങ് ഓപ്പറേഷൻസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പം എക്സ്ചേഞ്ച് അതേപോലെ റെമിറ്റൻസ് ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ മാനേജസ് ദി പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദി യൂണിയൻ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് ഏരിയാസിൽ മണി ചെസ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
Then as a financial advisor എന്നുള്ള രീതിയിൽ ഇറ്റ് അസിസ്റ്റ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഫോർമുലേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് പോളിസീസ്. അപ്പം ഗവൺമെൻറ്റിന് ടൈം ടു ടൈം ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് എ ഫിനാൻഷ്യൽ ഏജൻറ്റ് it is a representative of the government of India in the World Bank and International Monetary Fund. It sells T-bills on behalf of the central government. ഒരു ഫിനാൻഷ്യൽ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. IMFലും വേൾഡ് ബാങ്കിലൊക്കെ സെൻട്രൽ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് RBI. അപ്പം ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, RBI ആണ്. T-bills പോലെയുള്ള T-bills മീൻസ് ട്രഷറി ബിൽസ്. അപ്പോൾ ട്രഷറി ബിൽസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് on behalf of the central government. Treasury bills are issued by the RBI. അപ്പോൾ ഇത്രയാണ് ബാങ്കർ ടു ദി ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ RBI ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. ബാങ്കേഴ്സ് ബാങ്ക് മീൻസ് ബാങ്കുകളുടെ ബാങ്ക്. നമ്മളിപ്പം ബാങ്കിൽ പോകുന്നത് നമ്മൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ, ബാങ്കിന് കസ്റ്റമേഴ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് RBIക്ക് മറ്റ് ഷെഡ്യൂൾ ബാങ്ക്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. RBIയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നോർമൽ പബ്ലിക് അല്ല, ആരാണ്, മറ്റ് ബാങ്കുകളാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. RBI ഹാസ് ദി റൈറ്റ് ടു കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ബാങ്ക്സ് ഇൻ ദി കൺട്രി ബൈ വേ ഓഫ് ഇഷ്യൂയിങ് ലൈസൻസ്, ഗിവിങ് പെർമിഷൻസ് എക്സെട്ര. അപ്പം RBI ആണ് നമ്മുടെ രാജ്യത്തുള്ള മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്, RBI ആണ്. ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അപ്രോച്ച് ദി റിസർവ് ബാങ്ക് ഇൻ ടൈംസ് ഓഫ് എമർജൻസി ടു ടൈഡ് ഓവർ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ദി റിസർവ് ബാങ്ക് കംസ് ടു ദിയർ റെസ്ക്യൂ ദോ ഇറ്റ് മൈറ്റ് ചാർജ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഏതെങ്കിലും ഫണ്ടിൻ്റെ ഒരു എമർജൻസി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ക്യാഷിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് മറ്റൊരു രീതിയിലും ആ ഒരു ഫണ്ട് സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ അത്താണി എന്നുള്ള രീതിയിൽ അവർ ആരെയാണ് സമീപിക്കുക, RBI ആണ് സമീപിക്കുക. അതുകൊണ്ടാണ് അതിനെ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഫണ്ട് റിക്വയർമെൻറ്റ്സ് വരുന്ന കേസിൽ അല്ലെങ്കിൽ എമർജൻസി വരുന്ന കേസിൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യും, RBIയെ അപ്രോച്ച് ചെയ്യുകയും RBI അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ ഇവിടെ ബാങ്കുകളെ മൊത്തം, നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, RBI ആണ്. അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് ബാങ്കുകളുടെ പെർമിഷൻസ്, അവർക്ക് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ബാങ്കുകൾ സെറ്റപ്പ് ചെയ്യാനോ ഒക്കെ എന്തിൻ്റെ പെർമിഷൻ വേണം, RBIൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ, ലൈസൻസ് കിട്ടിയെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, RBI ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ഇറ്റ്സ് മെമ്പർ ബാങ്ക്സ്. അപ്പോൾ മെമ്പർ ബാങ്ക്സിൻ്റെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലും RBIയിൽ എന്തുണ്ടാവും, അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ കസ്റ്റമേഴ്സിന് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള പോലെ തന്നെ നമ്മൾ പറഞ്ഞു RBIയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പം ഈ ബാങ്കുകൾക്കൊക്കെ RBIയിൽ എന്തുണ്ടാവും, അക്കൗണ്ട് ഉണ്ടാവും. Since banks are keeping their deposits and reserves with RBI, settlement between them can be more easily effected in the books of Reserve Bank. അപ്പോൾ എല്ലാ ബാങ്കുകൾക്കും RBIയിൽ അക്കൗണ്ടും ഉണ്ടാവും. അതുപോലെ തന്നെ RBIയിൽ അവർ കുറച്ച് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന് ഒരു സർട്ടൻ പോർഷൻ RBIയിൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്ന കേസിൽ അത് കുറച്ചും കൂടെ എന്താവും, എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിനെ ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി മോർ ഈസിലി എഫക്റ്റഡ് ഇൻ ദി ബുക്സ് ഓഫ് RBI. അഞ്ചാമത്തെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇത് മാത്രമായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദി ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ RBI എന്ന് ചോദിച്ചിട്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് RBIയുടെ എന്ന് പറയുന്നത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ടു ടൈപ്സ് ഓഫ് മെഷേഴ്സാണ് അവിടെ ഉള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലാണ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ,
variable cash reserve ratio, statutory liquidity ratio. These are the quantitative measures adopted by RBI for controlling credit in the എക്കണോമി, അല്ലെങ്കിൽ നമ്മുടെ മണി സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, differential rates of interest, restriction on clean advances and credit authorization scheme. ഇത് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് the RBI purchases or rediscounts the specified bills and commercial papers or grant loans to the commercial banks against approved securities. ഇപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? RBI ബിൽസുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് RBI എന്ത് ചെയ്യുന്നുണ്ട്? ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബൈ എൻഹാൻസിങ് ബാങ്ക് റേറ്റ് RBI can make bank credit costlier. It causes the contraction of bank credit and thereby a fall in economic activities and price level in the country. അപ്പോൾ നമ്മൾ RBI ബാങ്ക് റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും അപ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോണ് കിട്ടുക എന്നുള്ളത് പറയുന്നത് കുറച്ചും കൂടെ എന്താവും? കോസ്റ്റ്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 രൂപ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 100 രൂപയുടെ ലോണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 10 രൂപ എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതേസമയം ബാങ്ക് റേറ്റ് കൂടി ഒരു 20% ആവുന്ന കേസിൽ നമ്മൾ 20 റുപ്പീസ് എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താണ്? കോസ്റ്റ്ലിയർ ആണ്. അപ്പം കുറച്ചും കൂടെ ക്രെഡിറ്റ് എന്താവും? കോസ്റ്റ്ലിയർ ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യില്ല? അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാങ്ക് ക്രെഡിറ്റ് കോൺട്രാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ അത് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് റേറ്റ് കൂട്ടുന്ന സമയത്ത് RBI ബാങ്ക് റേറ്റ് കൂട്ടുന്ന സമയത്ത് ക്രെഡിറ്റ് കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ആവും. അങ്ങനെ വരുന്ന കേസിൽ എന്താവും? എക്കണോമിക് ആക്ടിവിറ്റീസ് ഡൗൺ ആവും, മണി സർക്കുലേഷൻ എന്ത് ചെയ്യും? കുറയും. ഇനി ബാങ്ക് റേറ്റ് ലോവർ ആവുന്ന കേസിൽ വെൻ ബാങ്ക് റേറ്റ് ഇസ് ലോവേർഡ് ബാങ്ക് ക്രെഡിറ്റ് ബിക്കംസ് ചീപ്പ്. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറവ് റേറ്റേ ഉള്ളൂവെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 100 രൂപ ലോൺ എടുക്കുന്ന സമയത്ത് വെറും 5% ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. നേരത്തെ 10% ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5% മാത്രമേ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ 5 രൂപ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ബാക്കി 95 നമുക്ക് എടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താവും? ബാങ്ക് ക്രെഡിറ്റ് കുറച്ചും കൂടെ ചീപ്പറായിട്ട് മാറും. അപ്പോൾ അത് കൂടുതലും ആളുകളിലേക്ക് ക്യാഷ് എത്തുന്നതിന് കാരണമാവുകയും നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് 4.65% ആണ്. ഇനി കുറച്ച് ബാങ്ക് റേറ്റുകളെ പറ്റിയിട്ട് നോക്കാം. റിപ്പോ റേറ്റ്. Repo rate or repurchase rate is a rate at which the RBI lends funds to the commercial banks and other financial institutions within the country. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് റേറ്റ് എന്നാണ് പറയാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് at which the RBI lends funds to commercial banks and other financial institutions. അപ്പം RBI എന്ത് ചെയ്യുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് RBI പ്രൊവൈഡ് ചെയ്യുന്നതിന് വാങ്ങിക്കുന്ന റേറ്റാണ് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന റീപർച്ചേസ് റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറണ്ട് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് RBI borrows money from commercial banks within the country. അപ്പോൾ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തുള്ള റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ നിന്നും ക്യാഷ് ബോറോ ചെയ്യുന്ന സമയത്ത്
മണി ബോറോ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ കറണ്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ്. അപ്പം റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫണ്ട് ലെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ചാർജ് ചെയ്യുന്ന റേറ്റാണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കയ്യിൽ നിന്നും RBI ബോറോ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് റിപ്പോ റേറ്റ് 4%ഉം റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%ഉം ആണ്. അടുത്തതാണ് ബേസ് റേറ്റ്. Base rate is a minimum rate set by the RBI below which banks are not allowed to lend to its customers. അപ്പം RBI ഫിക്സ് ചെയ്യുന്ന മിനിമം റേറ്റ് ആണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കുകൾക്ക് അവരുടെ കസ്റ്റമേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കുകൾക്ക് അവരുടെ കസ്റ്റമേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസ് റേറ്റ് എന്ന് പറയുന്നത്. സോ ബേസ് റേറ്റ് ഇസ് ദ മിനിമം റേറ്റ് സെറ്റ് ബൈ ദി RBI ബിലോ വിച്ച് ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. എത്രയാണ് ബാങ്ക് റേറ്റ് പോളിസി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നേരിട്ട് RBI എന്തിലേക്ക് ഇറങ്ങും, മാർക്കറ്റിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ് ദി സപ്ലൈ ഓഫ് മണി. അത് മെയിനായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്തുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്, ഇഫ് ദർ ഈസ് എക്സസ് സപ്ലൈ ഓഫ് മണി ഇൻ മണി മാർക്കറ്റ് ദി RBI സെൽസ് ദി സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. In that way, RBI is able to withdraw the excess money from circulation. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് എക്സസ് മണി സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും, അവർ ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, വിൽക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് വിൽക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, ഈ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. ഈ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ക്യാഷ് എങ്ങോട്ടേക്ക് എത്തും, RBIയുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ RBIക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള മണി സർക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ക്യാഷ് ആരുടെ കയ്യിലേക്ക് എത്തും, RBIയുടെ കയ്യിലേക്ക് എത്തും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, മണി സർക്കുലേഷൻ കുറയ്ക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ മണി സപ്ലൈ കുറവാണെന്ന് വിചാരിക്കാം. വെൻ ദർ ഈസ് ഷോർട്ടേജ് ഓഫ് മണി സപ്ലൈ in the market, it purchases securities from the open market. More money is arrived at for circulation. ഇനിയിപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ മണി സർക്കുലേഷൻ കുറവാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഷോർട്ടേജ് വരുന്ന കേസിൽ RBI എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അവരെന്ത് ചെയ്യും, അങ്ങോട്ട് കൊടുക്കും. RBI ക്യാഷ് അങ്ങോട്ടേക്ക് കൊടുക്കും. അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് അവരിലേക്ക് എന്ത് ചെയ്യും, എക്കണോമിയിലേക്ക് കൂടുതൽ ഫണ്ട് അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് മണി എക്കണോമിയിലേക്ക് സർക്കുലേഷന് വേണ്ടിയിട്ട് എത്തും. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. അപ്പം RBI എന്ത് ചെയ്യും, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസും സെയിലും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ഇവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ എക്കണോമിയിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് RBI ഇങ്ങനെ ഒരു മെഷർ എടുക്കുന്നത്. ഇവിടെ മണി മാർക്കറ്റിൽ കൂടുതലായിട്ട് നമ്മുടെ എക്കണോമിയിൽ കൂടുതൽ മണി സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും, മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുകയും അതുവഴി എക്കണോമിയിലെ ക്യാഷ് അല്ലെങ്കിൽ എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള എക്സസ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് ഓഫ് മണി ഇവരെന്ത് ചെയ്യും, RBIയുടെ കയ്യിലേക്ക് എത്തുകയും എക്കണോമിയിലെ മണി സർക്കുലേഷൻ കുറയുകയും ചെയ്യുന്നു. ഇനി അവിടെ മണി സപ്ലൈയുടെ ഷോർട്ടേജ് ഉണ്ടാകുന്ന കേസിൽ ഇവരെന്ത് ചെയ്യും, RBI സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുകയും അതുവഴി മണി എമൗണ്ട് കൂടുതലായിട്ടും എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് RBI എന്ത് ചെയ്യുന്നത്,
നമ്മുടെ രാജ്യത്തെ മണി സർക്കുലേഷൻ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. നമുക്ക് കൂടുതൽ പരിചയമുള്ളതാണ് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. അതെന്താണെന്ന് വെച്ചാൽ എവറി ഷെഡ്യൂൾഡ് ബാങ്ക് ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദെയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആസ് ക്യാഷ് റിസർവ്സ് വിത്ത് ദി RBI. ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കും അവർക്ക് കിട്ടുന്ന ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് RBIയിൽ ക്യാഷ് റിസർവ് ആയിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. അപ്പം എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സും അവർക്ക് കിട്ടുന്ന ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് RBIയിൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് CRR റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ reduces the excess reserve of the bank and decrease in cash reserve ratio increases their excess reserve. അപ്പം ക്യാഷ് റിസർവ് റേഷ്യോയിൽ ഒരു ഇൻക്രീസ് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ബാങ്കുകളുടെ എക്സസ് റിസർവ് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ ക്യാഷ് റിസർവ് റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സസ് റിസർവ് എന്ത് ചെയ്യുകയും ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാങ്കുകൾക്ക് ഒരു 100 രൂപ അവർക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറണ്ട് CRR റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ 100 രൂപ അവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ 3 രൂപ അവർ എന്തായിട്ട് വെക്കണം, RBIയിൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ബാക്കി വരുന്ന 97 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കസ്റ്റമേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സപ്പോസ് ഈ CRR റേറ്റ് കൂടിയിട്ട് 4% ആയെന്ന് വിചാരിക്കുക. അപ്പോൾ 4% ആവുന്ന സമയത്ത് അവർക്ക് 100 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ 100 രൂപയിൽ 4 രൂപ അവർ RBIയിൽ എന്ത് ചെയ്യണം, റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ബാക്കി വരുന്ന 96 രൂപ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കസ്റ്റമേഴ്സിന് ഫണ്ട് ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് കൂടുന്ന കേസ്. ഇതിപ്പോൾ CRR റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അതായത് ഇപ്പോൾ 2% ആയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാവുന്ന കേസിൽ 100 രൂപ അവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുമ്പം അതിൽ 2 രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, അവർ ബാങ്കിൽ റിസർവ് ആയിട്ട് വെച്ചാൽ മതി. ബാക്കി വരുന്ന 98 രൂപയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ലെൻഡിങ്ങിന് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇങ്ങനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ വർക്കിംഗ് വരുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. As per the Section 24 of the Banking Regulation Act 1949, every commercial bank is required to maintain a certain percentage of its total time and demand deposits in liquid form of cash, gold and government or other securities with RBI. A reduction in SLR by the RBI will augment of the resources of the scheduled commercial banks. An increase in SLR will decrease the lendable resources of the ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ പോലെ തന്നെയുള്ള വേറൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവർക്ക് കിട്ടുന്ന ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ നിന്നും ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഏത് ഫോമിൽ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്, ലിക്വിഡ് ഫോമായിട്ട് കീപ്പ് ചെയ്യണം. ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ ക്യാഷ് ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ലിക്വിഡ് ഫോമിൽ ഇവരെന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അപ്പോൾ അത് RBIയിൽ കീപ്പ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് ഫോമിൽ അവരെന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ CRRന് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും വരാം. SLR കുറയുന്ന സമയത്ത്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കുറയുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടും ബാങ്കുകളുടെ കയ്യിൽ അവർക്ക് കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലെൻഡബിൾ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ SLR കൂടിയെന്ന് വിചാരിക്കുക, അതെന്ത് ചെയ്യും, അവരുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ലെൻഡബിൾ റിസോഴ്സസ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് SLR റേറ്റ് എന്ന് പറയുന്നത് 18.50 ആണ്. സാധാരണയായിട്ട് CRRും SLRും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, RBI ഈ രണ്ട് മെഷേഴ്സാണ് RBI എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്.
സോ ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവർക്ക് കിട്ടുന്ന ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ലിക്വിഡ് ഫോമിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ക്യാഷോ ഗോൾഡോ മറ്റെന്തെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസോ ആയിട്ട് ലിക്വിഡ് ഫോമിൽ കീപ്പ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് പറയുന്നത്. അപ്പം SLR കുറയുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ബാങ്കുകളുടെ കയ്യിൽ അവരിങ്ങനെ വെക്കാതെ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ SLR കൂടിയെന്ന് വിചാരിക്കാം. SLRൻ്റെ റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ ലെൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ റേറ്റും എന്താവും, കുറയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 റുപ്പീസ് ഇപ്പം കറണ്ട് SLR റേറ്റ് ഇപ്പോൾ ഒരു 20% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 100 രൂപ അവർക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ടോട്ടൽ ഡെപ്പോസിറ്റ് ആയിട്ട് അവർക്ക് 100 രൂപ കിട്ടുകയാണെങ്കിൽ 20 രൂപ അവരെന്ത് ചെയ്ത് വെക്കണം, ലിക്വിഡ് ഫോമിൽ ഏതെങ്കിലും സെക്യൂരിറ്റീസിലോ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള 80 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെൻഡിങ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ SLR കൂടിയിട്ട് 30% ആണെങ്കിൽ അതിൽ 30% അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ലിക്വിഡ് ഫോമിൽ അവർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ബാക്കി 70 റുപ്പീസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെൻഡിങ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ക്യാഷ് റിസർവ് റേഷ്യോ പറഞ്ഞ് അതേപോലെ തന്നെയാണ് ഇവിടെയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും വരുന്നത്. ആകെപ്പാടെ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് CRR എന്ന് പറയുന്നത് RBIയിൽ കീപ്പ് ചെയ്യുന്ന റിസർവ് ആണ്. പക്ഷേ SLR അങ്ങനെയല്ല. SLR ഏത് ഫോമിലും വേണമെങ്കിൽ ലിക്വിഡ് ഫോമിൽ കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. മറ്റേതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അല്ലാതെ RBIയിലല്ല ഇവരെന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓർ SLR. ഇനി അടുത്തതാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ തന്നെയാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. As per the Banking Regulation Act 1949, the RBI is empowered to issue directives to any particular bank or banking system and the banks are bound to comply with the directives issued by them. അപ്പം ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് RBIയുടെ മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യുകയെന്ന് വെച്ചാൽ the purpose for which the advance may or may not be made, the margins to be maintained in respect of advances, the maximum amount of advances to any company, firm or individual, etc., the rate of interest and other terms and conditions on which advances and other financial accommodations may be given. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റീവ്സിൻ്റെ ബേസിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ കേസസിലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ലോൺസ് ആൻഡ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാർജിനൽ റിക്വയർമെൻറ്റ് വെക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേംസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലോൺ എമൗണ്ട് എത്രയാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡയറക്റ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടൈം ടു ടൈം RBI ബാങ്കുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്സ് ആർ ഡിസൈൻഡ് ടു ഇൻഫ്ലുവൻസ് ദി ഫ്ലോ ഓഫ് ക്രെഡിറ്റ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് കമ്മോഡിറ്റീസ്. The commercial banks generally advance loans to their customers against some security or securities offered by the borrower and acceptable to banks. Generally, the commercial banks do not lend up to the full amount of security, but lend an amount less than its value. The margin requirements against specific security are determined by the central bank. A change in margin requirement will influence the flow of credit. റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലാണ് നമ്മൾ ലോൺസ് എടുക്കുന്നത് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു പവൻ ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗോൾഡ് ലോൺ എടുക്കുന്നത്. ആ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് ആക്ച്വലി അന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസാണോ നമുക്ക് ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടുക? അല്ലല്ലോ.
ഇപ്പോൾ ഒരു 35,000 ആണ് നമുക്ക് ലോൺ. ആക്ച്വലി ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35,000 റുപ്പീസാണ്. പക്ഷേ എന്നാൽ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ 35,000 നമുക്ക് കിട്ടുമോ? ഇല്ല. ബാങ്ക് ഒരു മാർജിൻ കീപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ 29,000 അല്ലെങ്കിൽ 33,000 ആ ഒരു എമൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ബാങ്ക് നമുക്ക് തരാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി ഇതിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബാങ്ക് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റീൻ്റെ ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കില്ല ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ലെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് തരുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂവിനായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് എമൗണ്ട് തരുന്നത്. അപ്പോൾ ഇങ്ങനെ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഓരോ കമ്മോഡിറ്റീസിൻ്റെ ബേസിൽ ഇത്ര രൂപ മാർജിൻ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർജിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, RBI പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള മാർജിൻ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇത്തരത്തിൽ മാർജിൻസ് ഫിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനനുസരിച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതും. അപ്പോൾ എങ്ങനെയാണ് ഈ മാർജിൻ റിക്വയർമെൻറ്റ്സും നമ്മുടെ ഫ്ലോ ഓഫ് ക്രെഡിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. A rise in the margin requirements will result in the contraction in the borrowing value of security, and similarly a flow in the margin requirement results in expansion in the ബോറോയിങ് വാല്യൂ ഓഫ് ദി സെക്യൂരിറ്റി. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 35 അല്ലെങ്കിൽ 30,000 റുപ്പീസിലും ഇപ്പോൾ ഒരു 10% മാർജിൻ റിക്വയർമെൻറ്റ് ആവുന്ന കേസിൽ 3,000 റുപ്പീസ് മാർജിനായിട്ട് വെച്ച് കഴിഞ്ഞാണെങ്കിൽ 30,000 ആണ് ആ ഗോൾഡിൻ്റെ അന്നത്തെ വാല്യൂ. 30,000 വാല്യൂ ഉള്ള ഗോൾഡ് 30,000 വാല്യൂ ആണ് ആക്ച്വലി ആ ഗോൾഡിനുള്ളത്. നമ്മൾ ആ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് 30,000 ആണ് ഗോൾഡിൻ്റെ അന്നത്തെ പ്രൈസ്. പക്ഷേ ബാങ്ക് കീപ്പ് ചെയ്യുന്നത് 10% മാർജിൻ കീപ്പ് ചെയ്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലോണ് തരുന്നത്. അപ്പോൾ അങ്ങനെ 10% മാർജിൻ കീപ്പ് ചെയ്യാന്ന് പറയുമ്പം 3,000 റുപ്പീസ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട്, അതായത് ബാക്കി 27,000 ആയിരിക്കും നമുക്ക് എന്ത് തരിക, ബാങ്ക് ലോണായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതേസമയം ഈ മാർജിൻ റിക്വയർമെൻറ്റ് 10%-ന് പകരം 20% ആക്കി കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 20% ആക്കി കൂട്ടുകയാണെങ്കിൽ മാർജിൻ എത്ര വരും, സെയിം എമൗണ്ട്. ഇപ്പോൾ 30,000 ആണ് ഗോൾഡിൻ്റെ പ്രൈസ് എങ്കിൽ മാർജിൻ റിക്വയർമെൻറ്റ് 20% ആക്കി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 6,000 റുപ്പീസ് അവിടെ മാർജിനായിട്ട് കീപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് 24,000 റുപ്പീസ് മാത്രമേ എന്തായിട്ട് കിട്ടുള്ളൂ, ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ക്വാളിറ്റേറ്റീവ് മെഷറാണ് ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഒരു സ്കീം അനുസരിച്ച് RBI പ്രിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി ബേസ് ഓഫ് പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസസ് ആർ ഗ്രാൻഡഡ് ബൈ ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്തും ഡിഫറെൻറ്റ് റേറ്റാണ്, എല്ലാം യൂണിഫോം റേറ്റിലല്ല. അപ്പോൾ നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു റേറ്റാണ് ഇൻട്രസ്റ്റ് വരുന്നത്, ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ വേറൊരു റേറ്റാണ് ഇൻട്രസ്റ്റ് വരുന്നത്, വെഹിക്കിൾ ലോണാണ് എടുക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പേർപ്പസിൻ്റെ ബേസിലാണ് RBI എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഹയർ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ് ഫോർ അഡ്വാൻസസ് ഗ്രാൻഡഡ് ഫോർ യൂസേഴ്സ് വിച്ച് ആർ റെസ്ട്രിക്റ്റഡ്. റെസ്ട്രിക്റ്റഡ് യൂസിന് ഉള്ളതിൽ കൂടുതലായിട്ടും ഹയർ റേറ്റ് ആയിരിക്കും ചാർജ് ചെയ്തിട്ടുണ്ടാവുക, ലോവർ റേറ്റ് ആയിരിക്കും മറ്റ് പേർപ്പസിനുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് റേറ്റ് ആണ്, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഡിഫറെൻറ്റ് പർപ്പസ് ഓഫ് ലോൺസിന് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ ആരാണ് ഫിക്സ് ചെയ്യുന്നത്, RBI ആണ്. ഇതാണ് ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ clean credit facilities are allowed to borrowers who are not affected by selective credit control measures. This method is intended to restrict speculative hoarding of essential commodities and to prevent anti-social use of credit. അപ്പോൾ കൂടുതലായിട്ടും ഹോർഡിങ് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് അവർ വരുന്നത് ഹോർഡിങ് അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട്
ഇവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ ഹോർഡിംഗ് പൂഴ്ത്തിവയ്പ്പ് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഓൺ ക്ലീൻ അഡ്വാൻസസ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1965 ഈ ഒരു സ്കീമിൻ്റെ ബേസിൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രഷ് ക്രെഡിറ്റ്, അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, RBIയുടെ അടുത്തുനിന്ന് ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾക്ക് പുതിയൊരു ന്യൂ ടേമിൽ അല്ലെങ്കിൽ പുതിയൊരു ലോണോ അല്ലെങ്കിൽ അഡ്വാൻസോ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അണ്ടർ ദിസ് സ്കീം ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ RBI's ഓതറൈസേഷൻ ബിഫോർ ഗ്രാൻഡിങ് എനി ഫ്രഷ് ക്രെഡിറ്റ്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുന്നേ ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അവർ RBIൻ്റെ അടുത്തുനിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയാണ് മെയിനായിട്ട് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് മോറൽ സുവേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ് ആണ്. അണ്ടർ ദിസ് സിസ്റ്റം RBI arranges meetings and discussions with the representatives of the commercial banks or frequently sends circulars to them for persuading a particular line of action. അപ്പോൾ മോറൽ സുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ RBI റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് ഡിസ്കഷൻസ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ്ലി അവർക്ക് സർക്കുലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യുക, പ്രചോദിപ്പിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം അണ്ടർ വിച്ച് ദി സെൻട്രൽ ബാങ്ക് സീക്സ് ടു ലിമിറ്റ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഓഫ് സ്പെസിഫിക് കാറ്റഗറീസ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, റേഷനിങ് എന്താ നമുക്കറിയാം. അപ്പം റേഷനിങ്ങിൽ എന്താ പറയുന്നത് വെച്ചാൽ, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ സെൻട്രൽ ബാങ്ക് ഓരോ അതായത് ഓരോ കാറ്റഗറീസിനും എന്ത് ചെയ്യുകയാണ്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ഏരിയാസ് വൈസ്, അതായത് ഓരോ പർപ്പസ് അല്ലെങ്കിൽ ഓരോ ഏരിയ വൈസ് ആയിരിക്കും, ഇൻഡസ്ട്രി, ട്രേഡ്, അതേപോലെ ഓരോ ഏരിയ വൈസ് ആയിരിക്കും അവരെന്ത് ചെയ്യുക, ഇത്ര എമൗണ്ട് ഓരോ പെർട്ടിക്കുലർ ഏരിയാസിൽ ഇത്ര എമൗണ്ട് വേണം ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത്തരത്തിൽ ഓരോ ഏരിയാസിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ എന്ത് ചെയ്യുക, ലിമിറ്റ് കീപ്പ് ചെയ്യുന്നതിനാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് മോറൽ സുവേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്. അടുത്തതാണ് ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ നേരിട്ട് RBI എന്ത് ചെയ്യും, നേരിട്ട് ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത്. മീൻസ് നേരിട്ട് ഉദ്ദേശിക്കുന്നത് ഇവർ ഇത്തരത്തിൽ നമ്മൾ RBI പല സമയങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് RBI നേരിട്ട് എടുക്കുന്ന ഒരു ആയുധമാണ് ആക്ച്വലി ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ മെഷേഴ്സും ഫെയിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ RBI ഇത്തരത്തിലുള്ള ഒരു മെഷർ എടുക്കത്തുള്ളൂ. It implies the refusal of the RBI to extend rediscounting facilities to banks which follows unsound banking practices or to grant further accommodation to banks which follows unsound banking practices or to grant further accommodation to banks whose capital and reserves are inadequate in relation to the amounts already sanctioned. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അൺസൗണ്ട് ആയിട്ടുള്ള ബാങ്കിങ് പ്രാക്ടീസസ് ഒക്കെ നടത്തുന്ന ബാങ്കുകളുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ളൊരു മെഷറിലൂടെ RBI ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കൺട്രോളർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. For the purpose of keeping the foreign exchange rates stable, the RBI buys and sells foreign currencies and also protects the country's foreign exchange funds. RBI sells the foreign currency in the foreign exchange market when its supply decreases in the economy and vice versa.
അപ്പം കൺട്രോളർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം RBI ആണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളൊക്കെ എന്ത് ചെയ്യുന്നത്, RBI ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ഒക്കെ സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്, RBI ആണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ചസിൻ്റെ സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, RBI എന്ത് ചെയ്യും, ഫോറിൻ കറൻസീസ് സെയിൽ ചെയ്യുകയും ഫോറിൻ മാർക്കറ്റിൽ സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചസ് കൂടുന്ന കേസിൽ ഇവരെന്ത് ചെയ്യും, RBI ഫോറിൻ കറൻസീസ് പർച്ചേസ് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ ഒക്കെ കസ്റ്റോഡിയനാണ് ആക്ച്വലി RBI എന്ന് പറയുന്നത്. അതാണ് കൺട്രോളർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫങ്ഷൻസ് ഓഫ് RBI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയാണ് നോൺ മോണിറ്ററി ഫങ്ഷൻസ്. മെയിനായിട്ട് 2 നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആണ് RBI പെർഫോം ചെയ്യുന്നത്, സൂപ്പർവൈസറി ഫങ്ഷൻസും അതുപോലെ തന്നെ പ്രൊമോഷണൽ ഫങ്ഷൻസും. സൂപ്പർവൈസറി ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ RBI ഹാസ് വൈഡ് പവേഴ്സ് ഓഫ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഓൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് റിലേറ്റിംഗ് ടു ലൈസൻസിങ് and establishment, branch expansion, liquidity of their assets, management and methods of working, amalgamation and working, reconstruction and liquidation. ഇപ്പോൾ സൂപ്പർവൈസറി ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എല്ലാ ഷെഡ്യൂൾ ബാങ്ക്സിനെയും സൂപ്പർവൈസ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, RBI ആണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ പ്രൊവൈഡ് ചെയ്യുക, ബ്രാഞ്ച് എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമായിട്ടുള്ള ലൈസൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, RBI ആണ്. RBI is empowered to conduct periodical inspections of the banks and to call returns and necessary informations from them. അപ്പം പീരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, RBI ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ട്, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൊത്തം ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, RBI ആണ്. ഇനി സെക്കൻഡ് നോൺ മോണിറ്ററി ഫങ്ഷൻ ഓഫ് RBI ആണ് പ്രൊമോഷണൽ ഫങ്ഷൻസ്. അതായത് റൂറൽ ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുക, അതേപോലെ ഇൻഡസ്ട്രിയൽ ഫിനാൻസിൻ്റെ പ്രൊവിഷൻസ് കൊണ്ടുവരിക, കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ എക്കണോമിക് മാറ്റേഴ്സ്. അതായത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വേരിയസ് ഏരിയാസിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ RBI ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗ്രാൻഡിങ് ഓഫ് റൂറൽ ക്രെഡിറ്റ്, പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് വിത്ത് എക്കണോമിക് മാറ്റേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ RBI ടൈം ടു ടൈം ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, SFCs, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മെയിനായിട്ട് RBI പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യാനും നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB പറയും, നാഷണൽ ഹൗസിംഗ് ബാങ്ക്സ്, അതേപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ നമ്മുടെ വേരിയസ് ഏരിയാസിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വേരിയസ് ഏരിയാസിൽ ബാങ്കുകൾ സെറ്റപ്പ് ചെയ്യാനും അതിൻ്റെ പ്രൊമോഷനും അവർക്ക് ആവശ്യമായുള്ള അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ RBI എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് RBIയുടെ പ്രൊമോഷണൽ ഫങ്ഷൻസ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് RBIനെ കുറിച്ചിട്ടാണ്. RBI ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്ന് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം RBIയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അപ്പോൾ RBIയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ സെൻട്രൽ ബോർഡും ലോക്കൽ ബോർഡും ആണുള്ളത്. അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞു, എന്തൊക്കെയാണ് RBIയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ വേരിയസ് ഫങ്ഷൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹോപ്പ് യു ഗൈസ് ആർ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.